UDF സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജനങ്ങളോടൊന്ന് ചോദിച്ചാലോ? വീഡിയോ സതീശന് എല്ലാവരും മുഖ്യമന്ത്രിയാക്കാനൊക്കെ എന്ത് ഇതാണ്. ഇപ്പൊ പവർ കട്ടായി, പെൻഷൻ കഴിഞ്ഞ് കണ്ടറിയണം നമുക്ക് ജനങ്ങൾക്ക്. ഇപ്പം ആളുകൾ മറ്റേ പവർ കട്ടിന്റെ അടക്കം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ ആ പൂക്കി ഇമേജ് കളയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. VD സതീശന് ഇപ്പം ഞാൻ ഇന്നലെ കണ്ടത് തേവര കോളേജിൽ വന്നത് ഒരു പ്രശ്നമില്ലാണ്. പുള്ളി വന്നത് പോലും അറിഞ്ഞില്ല. ഞാൻ അവിടെ തേവര പമ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പുള്ളി പോണ്, ഒരു ശല്യമില്ല. 2 പോലീസ് വണ്ടിയും 2-3 ഇന്നോവ കാറും. മറ്റേത് എന്താണെന്ന് കാണിച്ചിട്ട് വെച്ച് അതിന് മുന്നേ റോഡ് ബ്ലോക്ക് ചെയ്യാണ്. സർക്കാർ നല്ല സർക്കാരാന്ന് പറഞ്ഞിരുന്നത്, ഇതിപ്പോ ഇങ്ങനത്തെ സർക്കാരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തില്ല. നല്ല മുഖ്യമന്ത്രിയാണ്, എല്ലാവർക്കും നല്ല എനക്കൊന്നും അറിയില്ല, അറിയില്ല. അമ്പലം കൊള്ളക്കാരല്ല. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി നടത്തുന്നതിനെക്കാട്ടും മികച്ച പ്രകടനം ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് കാണിക്കുന്നുണ്ട്. നല്ല ആളാ. അതെ, CM പൂക്കിത്തരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഇപ്പം 2 മാസമല്ലേ ആയുള്ളൂ, കാര്യമായിട്ടുള്ള പിന്നെ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നില്ല ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിലും. ഇപ്പം ആളുകൾ മറ്റേ പവർ കട്ടിന്റെ അടക്കം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ ആ പൂക്കി ഇമേജ് കളയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. 2 മാസം വലിയ പ്രതീക്ഷ നൽകുന്ന ഭരണമൊന്നല്ല, അങ്ങനെ തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം ഒരു മികച്ച മന്ത്രി എന്നുള്ള നിലയിൽ പ്രകടനം നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി നടത്തുന്നതിനെക്കാട്ടും മികച്ച പ്രകടനം ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ അവിടെ ഒന്നും കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. സതീശനെ പറ്റി പറയാനായിട്ടില്ലല്ലോ, ഭരിക്കട്ടെ. ഇതുവരെ ഇപ്പം നമുക്കറിയാലോ, ഇപ്പൊ പ്രൈവറ്റ് വണ്ടിക്കാരനെയൊക്കെ തൊഴിൽ പോയതാണ്ട് ഈ വണ്ടികളൊക്കെ ഓടാണ്ട് കിടക്കണാണ്. അതാണ് കാര്യം, വേറെ എന്ത് പറയാനാ. നീ ഭരിച്ചു നോക്കട്ടെ, ഒരു വർഷമൊക്കെ ആകട്ടെ, എന്നിട്ട് പറയാം. നല്ല മന്ത്രിയല്ലേ, പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നും പറ്റില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയാറില്ല. രമേശ് ചെന്നിത്തല നമ്മുടെ ആഭ്യന്തരമന്ത്രിയല്ലേ, പുള്ളി നല്ല നേതാവാണ്. പുള്ളിയുടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലോ. VD സതീശന് ഇപ്പം ഞാൻ ഇന്നലെ കണ്ടത് തേവര കോളേജിൽ വന്നത് ഒരു പ്രശ്നമില്ലാണ്. പുള്ളി വന്നത് പോലും അറിഞ്ഞില്ല. ഞാൻ അവിടെ തേവര പമ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പുള്ളി പോണ്, ഒരു ശല്യമില്ല. 2 പോലീസ് വണ്ടിയും 2-3 ഇന്നോവ കാറും. മറ്റേത് എന്താണെന്ന് കാണിച്ചിട്ട് വെച്ച് അതിന് മുന്നേ റോഡ് ബ്ലോക്ക് ചെയ്യാണ്, പിടിക്കണം. എനിക്ക് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത് പുള്ളി. പവർ കട്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ പണ്ട് തൊട്ട് ഞാനും ചെറുപ്പത്തിലാണ് ഡീസൽ പെട്രോൾ മണ്ണെണ്ണ വില വർധനമെന്നും പറഞ്ഞ് എല്ലാ പാർട്ടിക്കാരും വൈകിട്ട് ഒരു പന്തം എന്ന് പറഞ്ഞ ടയർ കത്തിച്ചിട്ട് പന്തം കൊളുത്തി പ്രകടനമുണ്ട്. ആര് കയറിയിട്ടും വല്ല രക്ഷയുണ്ട, വല്ല കുറവ് വല്ലതും വന്നിട്ടുണ്ടാ? ആര് കയറി? കേന്ദ്രം ഉണ്ടായില്ല, BJP ഉണ്ടായിരുന്നില്ല. BJP വന്നിട്ടും ഇപ്പൊ അത് തന്നെയല്ലേ. അപ്പൊ ആര് വന്നിട്ടും ഈ കറണ്ട് കട്ടിനും പെട്രോൾ വർധനവിനും ഒരു മാറ്റവും ഇല്ല. അത് ഇപ്പോഴും അപ്പോഴും ഒരേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ജനങ്ങള് അത് കൊടുത്തോണ്ടിരിക്കണ്, അത്രേ ഉള്ളു. മുഖ്യമന്ത്രി നല്ലൊരു ഇതാണ് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ തേവര റോഡ് മൊത്തം ബ്ലോക്ക് കൊണ്ട് ഓടാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഒരു നല്ലൊരു ഇതാണ് പുള്ളി വന്നത്. ഒരു സൈലന്റ് ആയിട്ട് ഒരു പോക്ക്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പോലീസുകാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തല നല്ല ആളാണ്. പുള്ളി ഇപ്പൊ തൂഫാന്റെ പരിപാടിയൊക്കെ ചെയ്യണത് അതൊരു നല്ലൊരു ഇതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതേപോലത്തെ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റങ്ങള് പുള്ളി നല്ലൊരു പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കണത്. ഇപ്പൊ അവരുടെ നല്ല തുടക്കമല്ലേ, ഇപ്പം നല്ല ഭരണങ്ങള് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യാനായിട്ട് തോന്നട്ടെ. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയല്ലോ ഇപ്പൊ. എനിക്ക് മനസ്സിലാകാൻ അതെല്ലാ ജനങ്ങൾക്കും ഇപ്പൊ മനസ്സിലല്ലോ. വീഡിയോ സതീശന് എല്ലാവരും മുഖ്യമന്ത്രിയാക്കാനൊക്കെ എന്ത് ഇതാണ്. ഇപ്പൊ പവർ കട്ടായി, പെൻഷൻ കഴിഞ്ഞ് കണ്ടറിയണം നമുക്ക് ജനങ്ങൾക്ക്. വിലക്കയറ്റം, അങ്ങനെ പല സംഭവങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകാനുണ്ടല്ലോ. 2 മാസത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പുള്ളിയൊക്കെ ശരിയാണ്. പിന്നെ പുള്ളി തുഫാന്റെ ഇതൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ്. ബാക്കിയൊക്കെ കണക്കാണ്. 5 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല ഈ കണക്കിന്. സർക്കാർ നല്ല സർക്കാരാന്ന് പറഞ്ഞിരുന്നത്, ഇതിപ്പോ ഇങ്ങനത്തെ സർക്കാരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തില്ല. ചെന്നിത്തല നല്ല ആളാ, കുഴപ്പമില്ല, നല്ല ആളാ. നല്ല അഭിപ്രായമല്ലേ, നല്ല മുഖ്യമന്ത്രിയാണ്, എല്ലാവർക്കും നല്ല എനക്കൊന്നും അറിയില്ല,
ഒന്നും അറിയില്ല. അമ്പലം കൊള്ളക്കാരല്ല. സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഒന്നത് അല്ലേ? ഇവർ കയറിയിട്ട് എന്താ ചെയ്തേക്കണേ? ഇവർ ഭയങ്കര വയറ്റിലെ മേൽപ്പാലം എന്തിനു പണിതാ? ഇയാൾ ജയിക്കാൻ വേണ്ടി പണിതല്ലേ? ഇപ്പം അവിടെ രണ്ടാമത് പൊളിക്കേണ്ട വന്നില്ലേ? അതിന് എത്ര കോടി കൊടുക്കണം അവന്? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്തിനെങ്ങനെ പണിയണേ? 44 കോടി രൂപ പാലമാണ് ആ പണിത് വെച്ചത്. 5 വർഷം വഹിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഭരണത്തിൽ കയറി ഭരണം കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ്. ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടി പണിത്? അതിൻ്റെ ഫില്ലറൊക്കെ റോഡിൻ്റെ നടുക്കായിരിക്കണേ. അങ്ങനെയൊന്നുമല്ല. ഒരു ഗതാഗത പ്രശ്നമല്ലത്. കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് വയറ്റില. അത് അങ്ങ് താറുമാറാക്കില്ലേ? ആ ശ്രീധരൻ അന്ന് പറഞ്ഞു ഇങ്ങനെ പണിയല്ലേ എന്ന്. അന്നേരം അയാളെ പ്രാന്തനാക്കി. അന്ന് പറഞ്ഞ ആടെ വേറെ ആരുമില്ല, ജി സുധാകരൻ, പൊതുമരാമത്ത് മന്ത്രി. ഇപ്പോൾ ഇടതുപക്ഷ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോൾ എല്ലാം പറയണം നമ്മൾ, ഇല്ലേ? നമ്മളിതെല്ലാം കണ്ടാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ മാറി വരണം. നല്ല സർക്കാർ വരണം, നല്ല മന്ത്രിമാർ വരണം. ജനങ്ങളോട് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് കാണിക്കണില്ലേ? അവൻ്റെ കുഞ്ഞ് ആര് നിന്നാലും അവിടെ ആരെങ്കിലും ജയിക്കുമോ? ഒരു കോൺഗ്രസ് ജയിക്കില്ല, കമ്മ്യൂണിസ്റ്റ് ജയിക്കില്ല, ആരും ജയിക്കില്ല, BJP ജയിക്കില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യണം കാര്യങ്ങൾ. ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണം. ഇതിപ്പോൾ ആർക്കെ ഗുണമുള്ള? കാശുള്ളവനും ഗുണം, അല്ലാണ്ട് വല്ല ഗുണമുണ്ട് ഇവിടെ? ഇപ്പം ഞങ്ങളപ്പോൾ ഉള്ളവരുടെ ഈ ഓട്ടോ ചാർജ് കൂട്ടിയിട്ട് വർഷങ്ങളായി. ഈ ഡീസലിന് വില 102 രൂപ 34 പൈസയായി. ആരോട് പറയണം നമ്മൾ? 94 രൂപ 34 പൈസ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഈ 30 രൂപ ആക്കിയതാണ്. ഇപ്പം 102 രൂപ, 10 രൂപ കൂടി. ഒരു ചായക്ക് 15 രൂപയായി. ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞ് ഒരു യുദ്ധം തുടങ്ങിയതാണ്. അരിയുടെ വില 56 58 രൂപയായി. ഇതെല്ലാം നമുക്ക് മേടിക്കണ്ടേ? നമുക്ക് സബ്സിഡി ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സാധാ മോട്ടോർ തൊഴിലാളിക്ക് സബ്സിഡി തന്നെ ഗവൺമെൻറ് മാറി വന്ന. ഇതങ്ങനെയൊന്നുമില്ല. യാത്രക്കാരൻ കയറിയിട്ട് പറയും ഗവൺമെൻറ് കൂട്ടിയിട്ടില്ലെന്ന് പറയും. ഗവൺമെൻറ് കൂട്ടി നമുക്ക് ഈ ഗവൺമെൻറ് അരി തന്നില്ല. ഇപ്പോൾ ഒരു ചിക്കൻ്റെ വില 200 രൂപയാണ്, ഇല്ലേ? 1 കിലോ ചിക്കൻ്റെ വില 200 രൂപയാണ്. തോമസ് ഐസക്ക് പറഞ്ഞ് 90 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ എത്ര രൂപ കൂടെ കൊടുത്തിരുന്നത് അല്ലേ? നമ്മളിതൊക്കെ കാണണം, മനസ്സിലാക്കണം. ഇപ്പം നല്ല ഭരണകർത്താക്കൾ വേണം. ജനങ്ങളെ മനസ്സിലാക്കി ഭരണം കാഴ്ചവെക്കണം. എന്നാലേ ജനങ്ങൾ കൂടെ ഉണ്ടാവുള്ളൂ. ആരുടെയാണെങ്കിലും. അത് ഇന്ന പാർട്ടിയിൽ നിന്നല്ല. ഞാനൊരു പാർട്ടിക്കാരൻ. പക്ഷേ അതിൻ്റെ അല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കണം. ചെയ്യാണ്ട് ചുമ്മാ മാറും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നല്ല. പ്രവർത്തിച്ച് കാണിക്കണം, വാഗ്ദാനങ്ങളല്ല. ഇപ്പം ഈ പാലം കൊണ്ട് എന്ത് ദുരിതം ഞങ്ങളിവിടെ അനുഭവിക്കുന്നത് അറിയുമോ? ഒരു ട്രിപ്പ് ആ വെൽക്കെയർ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു പോയി ഞങ്ങൾ 3/4 മണിക്കൂറാണ്. ആ ഡീസൽ ആര് വരും? കിട്ടുന്ന അവിടെ തുടങ്ങുമ്പോൾ 40 രൂപയാണ് ഞങ്ങൾക്ക്. 40 രൂപ കൊടുത്ത് 50 രൂപ ഡീസൽ കത്തിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നത്. എങ്ങനെ ജീവിക്കും? സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ യാത്രക്കാർ എല്ലാവരും പറയും ഞങ്ങളുടെ ഗവൺമെൻറ് കൂട്ടുന്ന ശരിയാണ്. ഈ മന്ത്രിമാർക്ക് ശമ്പളം കൂട്ടുമ്പോൾ ആരും ചോദിക്കില്ലല്ലോ, അല്ലെങ്കിൽ MLA മാർക്ക് ശമ്പളം കൂട്ടുമ്പോൾ ആരും ചോദിക്കാറില്ലല്ലോ. ഒരു മോട്ടോർ തൊഴിലാളി അല്ലെങ്കിൽ ഒരു മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നിരവധി കാരണങ്ങൾ പറയും. അതിന് അന്വേഷണ കമ്മീഷൻ. എന്തിനാ കമ്മീഷൻ? ആ കമ്മീഷൻ ഇരിക്കുന്ന ശമ്പളമോടെ ഞങ്ങൾക്ക് കൂട്ടിത്തരാൻ പറയല്ലേ? അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, അവർക്ക് റൂം റെൻറ്റ്, AC കാറ്, എന്തിനങ്ങനെ കൂട്ടണേ? സാധാരണ ഓടിക്കുന്നവരല്ല, അവർക്ക് ഉപകരണമല്ലല്ലോ. നമ്മുടെ നികുതി തന്നെ നമ്മൾ അത് കൊള്ളയടിക്കുന്നു. ഇപ്പോഴും ആ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും മര്യാദയ്ക്ക് നടപ്പാക്കിയിട്ടില്ല. ഇവർ പൂഴ്ത്തി വെച്ചേക്കായിരുന്നു LDF സർക്കാർ. അതൊക്കെ വ്യക്തമായിട്ട് വരട്ടെ. ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജീവിക്കാൻ നിർവാഹം ഉണ്ടെങ്കിൽ ഈ വണ്ടിയായിട്ട് നമ്മൾ വരുമോ? വരില്ല. ഒരു നേരത്തെ കുടുംബത്തിലെ പിള്ളേരുടെ ബുദ്ധിമുട്ട്, ഭാര്യനെ എല്ലാം നോക്കണം. അമ്മ, അച്ഛൻ എല്ലാം അടങ്ങുന്ന കുടുംബങ്ങൾ ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് കാശുണ്ടെങ്കിൽ നമ്മൾ ഈ പണിക്ക് വരില്ല. ഏറ്റവും വൃത്തികെട്ട പണിയെന്ന് സമൂഹം വിലയിരുത്തപ്പെട്ടാണ് ഈ ഞങ്ങളാണ്. എന്നാലോ ഒരു റോട്ടി വീണ് കിടന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ വേണം, ഇല്ലേ? ചോരയെ കുളിച്ച AC ബെൻസ് കാറി പോകണം കൊണ്ടുപോകും നിങ്ങളാ. ഇപ്പം നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ആരെങ്കിലും കൊണ്ടുപോകുമോ? ഒന്നുമില്ല. അവിടെ ഇങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ മാരിക്കൂട്ടി കൊണ്ടുപോകും. അവൻ്റെ ചോരയെ ഉടുപ്പൽ ചോരാവെന്ന് പറയില്ല, വണ്ടി ചോരാവെന്ന് പറയില്ല. ഒരു ബെൻസുകാരൻ നിർത്തി നിങ്ങളെ കൊണ്ടുപോകില്ല ഒരിക്കലും. സമൂഹത്തിൽ എപ്പോഴും വെറുക്കപ്പെട്ടൊരു ഇതാണ് ഓട്ടോ തൊഴിലാളികൾ. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരും പുറത്ത് പറയുന്നില്ല. എന്തോരം കാര്യം. ഞാനത് എത്ര പേരെ പൈസ ഇല്ലാണ്ട് കൊണ്ടാക്കണമെന്ന് അറിയാമോ? പൈസ വേണ്ട സാറില്ല, പോയിക്കോട്ടെ എന്ന് പറയും. എനിക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും പലരും ഇവിടെ ഓടി വരാറുണ്ട്. എന്താ പല കാര്യങ്ങളും. ഇതാ ചേട്ടാ ഞങ്ങൾക്ക് ബസ് കാശില്ല, നമ്മൾ ഉടനെ പിരിച്ചു കൊടുക്കുകയാണ്. ആര് ചെയ്യും? ഒരു AC കാറിൽ പോകണം കൊടുക്കുമോ? ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണം. ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും ഉപകാരമുള്ള ആളുകൾ ഓട്ടത്തൊഴിലാളികളാണ്. കാര്യത്തിൽ വെറുക്കപ്പെട്ട് അതിൽ കുറച്ച് പേര് തോന്നിയോസം കാണിക്കുന്നു പറഞ്ഞ് എല്ലാവരും അങ്ങനെ കാണരുത്. ഇപ്പോൾ പോലീസുകാരിലില്ലേ ഗുണ്ടകളും മാഫിയകളും ഇല്ലേ? ഡോക്ടർമാരിലില്ലേ? ഉണ്ട്.
അപ്പം ഞങ്ങൾ മാത്രം ഇങ്ങനെ ചിത്രീകരിക്കപ്പെട്ട വെറുക്കപ്പെട്ട ലേബൽ ഒട്ടിച്ച് നടക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി അവന്മാരെ ഭൂലോക തറകൾ അതല്ല ചെയ്യേണ്ടത്. അവർ ചെയ്യുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ വെളിപ്പെടുത്തണം. ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ തന്നെ ഒരാൾക്ക് ഒരു 3 ലക്ഷം രൂപ വണ്ടി ഇരുന്ന് കിട്ടി, അവൻ ആ മാതൃക വരെ ഇവിടെ കൊണ്ടു കൊടുത്തല്ലോ, അവന് പേര് കിട്ടാൻ വേണ്ടിയിട്ടില്ല. അത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊന്നും സമൂഹത്തിൽ അറിയില്ല. നമ്മളിപ്പോൾ 5 രൂപ 10 രൂപ കൂടുതൽ മേടിച്ച് അവനെ ഫോട്ടോ കൊടുത്ത് അവനെ ചിത്രീകരിച്ച് അവനെ മോശക്കാരനാക്കി ആ ഓട്ടോ പ്രസ്ഥാനത്തിലെ മുഴുവൻ തൊഴിലാളികളെയും വൃത്തികെട്ടവന്മാരാക്കുന്ന രീതിയിലുള്ള അതാണ് മെയിൻ സംഭവം. അതൊക്കെ മാറണം. നല്ലതും ചീത്തയും തിരിച്ചറിയണം അല്ലേ? നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഒരു താഴെ കിടക്കണം, ഇപ്പം ഇന്നിപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഒരു പൂച്ച വട്ടം ഒരു കാറുകാരൻ കയറ്റി കൊന്നുകളഞ്ഞു. എനിക്ക് കണ്ടിട്ട് വിഷമം വന്നു. ഞാൻ ഈ ജവഹർലാലിൽ ഇറങ്ങി ആ പൂച്ചനെ എടുത്ത് സൈഡിൽ എടുത്തിട്ട് ഞാൻ പോയത്. ജീവനാണതും. ഇപ്പം എൻ്റെ ജീവൻ വണ്ടി അടിച്ചെടുത്താൽ ആ വഴി കിടക്കും, അത് അതിൻ്റെ അല്ല. നമ്മൊരു ജീവൻ കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് വിഷമം വരണം, മനുഷ്യനാകണം. അല്ലാതെ ചുമ്മാ ഞാൻ രാവിലെ കോപ്പിട്ട് അങ്ങനെയല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ ഇത് കാര്യങ്ങൾ ഇപ്പം വി ഡി സതീശനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പം കറക്റ്റായിട്ടാണ് പുള്ളി പോകുന്നത്. അത് ഇതുപോലെ തുടർന്ന് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ സൂപ്പറായിട്ട് കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കും, അതിൽ ആരും തർക്കമില്ല.